മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഹലോ ആൻറ്റി, ഞാൻ അഭയ്. മായയുടെ കോളേജിൽ പഠിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. കുറച്ച് നാളെ ഞാൻ ആൻറ്റിയുടെ മോളുടെ പുറകെടുക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അതെങ്ങനെയാ? ഫുൾ ടൈം തലയും താഴ്ത്തി ദുരന്ത നായിക പോലെയല്ലേ നടപ്പ്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ ആൻറ്റി മായോട് പറയണം ഒന്ന് ചിരിക്കാൻ. മായ മായ ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ്. കുറച്ച് നാളെ ഞാൻ തൻ്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റ് ടു ആസ്ക് യു ഔട്ട് ഫോർ എ കപ്പ് ഓഫ് കോഫി. നല്ല സമയവും സ്ഥലവും കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. സമയത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇതിലും പെർഫെക്റ്റായൊരു സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ചോദിക്കുന്നത് മായയുടെ അമ്മയുടെ മുന്നിൽ വെച്ചാണ്. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. ആ പെണ്ണിനെ ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണ് ഇഷ്ടമായിട്ടല്ല. വാവ്, ഇതുപോലെ വനിതയിലോ മംഗളത്തിലോ അയച്ചൂടെ? നല്ല അസല് പൈങ്കിളിയാ. ഈ പ്രേമം എന്ന് പറയുന്നതേ പൈങ്കിളിയാ മാഷ. പക്ഷേ ഇങ്ങനത്തെ പൈങ്കിളി മാറ്റേഴ്സിനും സൂയിസൈഡ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. പ്രണയനൈരാശ്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, രോഗം, അവഹേളനം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ 100 കൂട്ടം കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. മാഷിന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? വാട്ട്? ഞാനോ? മാഷ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? മാഷിന്റെ അച്ഛനും അമ്മയൊക്കെ
divorced. ഓ ബാഡ് ചൈൽഡ്ഹുഡ്, ബ്രോക്കൻ ഹോം. വെറുതെ അല്ല മാഷിങ്ങനെ ആയി പോയത്. യുനോ ബ്രോക്കൺ ഹോംസിൽ വളരുന്ന 70% കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ടാവും. സിബ്ലിങ്സ്? അനിയത്തി. She hates you, right? ഇത്രയ്ക്കും ദേഷ്യമുണ്ടോ? കുറ്റം പറയാൻ പറ്റില്ല. മാഷിന്റെ ഈ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ശ്രുതി 5 വർഷം മുമ്പ് അവൾ പോയി. ഒരു ടിപ്പിക്കൽ അപ്പർ ക്ലാസ് ന്യൂക്ലിയർ ഫാമിലി. ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അച്ഛൻ, കരിയറിന് പുറകെ ഓടുന്ന അമ്മ. എനിക്കറിയില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. നിനക്ക് ശ്രദ്ധിച്ചൂടെ? വെച്ചെടുത്ത് പോയി നോക്ക്. ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല. നഗരത്തിലെ നല്ലൊരു സ്പോട്ടിൽ വീട്. അവിടെ ഒറ്റയ്ക്ക് ഒരു കൂട്ടില്ലാതെ വിഷമിച്ചിരുന്ന എൻ്റെ ലൈഫിലേക്ക് ഒരു വലിയ ഷോക്കായിട്ടാണ് അവൾ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രിക്കോഷൻ എടുക്കാൻ. എനിക്കൊന്നും ഓർമ്മയില്ല. You don't remember? What the hell you mean by that? I was drunk, you know. See, സത്യത്തിന്റെ വലിയ റെസ്പോൺസിബിലിറ്റിയാ. വീട്ടിൽ നിന്നും കൂടുതൽ പ്രഷർ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാൻ. അപ്പൊ എന്റെ കാര്യം? My career is booming. എനിക്കിപ്പോ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഓക്കെ, കൂൾ. ഡോക്ടർ ഗീതയുടെ അടുത്ത് പോയാൽ മതി. നിന്റെ ഫ്രണ്ടല്ലേ? നാളെ രാവിലെ കണ്ടാൽ കാര്യം കഴിഞ്ഞു.